ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വാഷ് ചെയ്തിട്ടൊക്കെ എടുത്താണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഡ്രം സ്റ്റിക്ക് എന്നൊക്കെ പറയും. എടുത്തിട്ട് ഇങ്ങനെ തോലൊന്ന് ഇതിന് മേലൊരു തൊലി ഉണ്ടാവും, ഇതിങ്ങനെ നീക്കിയാൽ മതി. ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. അതേമാതിരി പീസാക്കുക. ഇതേപോലെ പീസാക്കിയിട്ട് വേവിപ്പിച്ചെടുത്താൽ മതി. ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ പീസാക്കുക. നമ്മൾ മുരിങ്ങക്കായൊക്കെ ഞാൻ ഇവിടെ വൃത്തിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിതുകൊണ്ടൊരു സൂപ്പ് വെച്ചെടുക്കാം. വൃത്തിയാക്കി എടുത്താൽ മതി. രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ കഷ്ണം. അതിനോട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് ഒഴിച്ചു നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞൾ ഇട്ട്, ഒരു നുള്ള് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി. ഇത് വേവട്ടെ. ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. ഇതുണ്ടോ, ഇതേപോലെ അരച്ചെടുക്കലാന്നല്ലേ. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഇതുണ്ടല്ലോ, ഇതിങ്ങനെ തുറന്നിട്ട് ഇതിങ്ങനെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇത് കോരി അടിക്കുകയും ചെയ്യുക. അതിനേക്കാണ് സുഖം. ഇതിങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഗുണം എവിടെയും പോകില്ല. ഇതിൽ തന്നെ വെള്ളമുണ്ട്. ഈ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. വെന്ത വെള്ളയിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി. ഇതേമാതിരി ക്ലോസ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി. ഒരരിപ്പ് വെച്ചിട്ട് നമ്മൾ കയ്യിൽ നിന്ന് നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്താൽ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഗുണങ്ങളൊന്നും പോകില്ല പുറത്ത്. ഇനി വേണമെങ്കിൽ കുറച്ച് പശു നെയ്യ് ഇട്ടിട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായി അരച്ചെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതാണ് നല്ലത്. ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കൊന്ന് മൂപ്പിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പ് വരട്ടാം. ഉള്ളി ഇതിലേക്ക് കൊടുക്കാം. അതിൻ്റെ കറക്കുന്ന സമയത്ത് കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച് കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് കഴിക്കാം. അങ്ങനെ കുറച്ച് കുരുമുളകൊക്കെ ഇട്ടെടുത്ത് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരൊക്കെ ഒഴിച്ച് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് കഴിക്കണ നേരത്ത് കഴിക്കുക. ചെറിയ ചെറിയ കപ്പിലൊഴിച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉപ്പൊക്കെ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മുരിങ്ങക്കായ് വെച്ചിട്ടൊരു സൂപ്പ്, അടിപൊളി സൂപ്പാട്ടോ. ഓക്കെ, ബൈ. പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ച് കുടിക്കുന്ന നേരത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ബൈ.